ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ സോയാബീൻ ചങ്ക്സാണ് കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സോയാബീൻ ചങ്ക്സ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മസാലപ്പൊടി ഇവയൊക്കെ ചേർത്ത് വറുത്ത് കോരി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും സോയാബീൻ ചങ്ക്സ് കറിക്ക് വേണ്ടുന്ന സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് വന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മസാലകളൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് പൊടി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആവുന്നവരെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കണം. മല്ലി മൂത്ത മണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് അതും ഒന്ന് മൂത്ത് വരുന്നതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും നന്നായി മൂത്ത് വന്നു കഴിയുമ്പോഴത്തേനും അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഗരം മസാലപ്പൊടി ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ആ പൊടികളെല്ലാം കൂടി ഒന്നുകൂടെ വന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പൊടി മസാലകളെല്ലാം മൂത്ത മണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് ഒരു തിള വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു നന്നായിട്ടൊരു തിള വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗരം മസാലപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. സോയാ ചങ്ക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം മസാലകളൊക്കെ കൂടി നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 മുറി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ സവാള, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ വഴറ്റുന്ന നേരത്ത് ഈ തക്കാളി ചേർത്ത് വഴറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ അമ്മ അത് മറന്നു പോയതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് തക്കാളി വേവുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ മൂടി ഒന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തക്കാളിയൊക്കെ അതിലേക്ക് വെന്ത് ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേണമെന്ന് വെച്ചാൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ നേരത്തെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. കാരണം സോയാ ചങ്ക്സ് നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഉപ്പ് ഗ്രേവിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി അഥവാ വേണമെന്ന് വെച്ചാൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. സോയാ ചങ്ക്സ് കറിയാക്കുന്നതിന് മുമ്പ് അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാനൊന്ന് പറയുകയാണ്. ആവശ്യത്തിന് സോയാ ചങ്ക്സ് എടുത്ത് ചൂടുവെള്ളത്തിലിട്ട് അത് വീർത്ത് വരുമ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അതിന് ശേഷം 2 പ്രാവശ്യം നോർമൽ വാട്ടറിലിട്ട്
ഒന്നുകൂടെ പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി സോയ ചങ്ക്സ് കറി തയ്യാറാക്കാം. ഇതപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അമ്മ ഇപ്പോൾ ഇവിടെ പുട്ടൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും സോയ ചങ്ക്സ് കറിയുമാണ്. ഈ സോയ ചങ്ക്സ് പിന്നെ ഡ്രൈ ആയിട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അത് പിന്നീടൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് കറിയും പുട്ടും കൂടി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് സെർവ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കഷ്ണം പുട്ടെടുത്തിട്ടുണ്ട്. ഇനി സോയ ചങ്ക്സ് കറിയും കൂട്ടിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ് കേട്ടോ ഇതിന്, സോയ ചങ്ക്സ്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരൊക്കെ എല്ലാവർക്കും ബൈ. അപ്പോൾ ഞാൻ സോയ ചങ്ക്സ് കറി കൂട്ടി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനാശംസകൾ. ബൈ.